തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ച മുമ്പേ ഡൽഹിയിൽ നിന്ന് അമിത്ഷാ ഡൽഹിയിലെ പോലീസ് കമ്മീഷണറെ തൃശ്ശൂരിലെ അരമനയിലേക്ക് അയക്കുകയാണ്. ഡൽഹി പോലീസ് കമ്മീഷണർ തൃശ്ശൂർ അരമനയിൽ വന്നിട്ട് അവിടുത്തെ കർദിനാളിനോട് ചോദിച്ചത്, നിങ്ങൾ ജയിലിൽ താമസിക്കാനാണോ താല്പര്യം, അതോ അരമനയിൽ തന്നെ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാനാണോ താല്പര്യം എന്നാണ്. അരമനയിൽ ഇരിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു 52,000 വോട്ട് മറിച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല എതിർപ്പുണ്ടോ? ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് തൃശ്ശൂർ ജയിച്ചത്. അങ്ങനെയാണ്. ഇതാണിപ്പോൾ നടക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് വന്ന വലിയൊരു മാറ്റമാണ്. മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ദിരാഗാന്ധിയെ പോലുള്ള വലിയ അതിശക്തരായ ആളുകളൊക്കെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. പക്ഷെ അമിത്ഷാ ചെയ്ത പോലെ ഒരു കാര്യം ഇന്ദിരാഗാന്ധി ഒരിക്കലും ചെയ്തിട്ടില്ല. അടിയന്തരാവസ്ഥയിൽ പോലും ചെയ്തിട്ടില്ല. ഒരൊറ്റ കാര്യം പറയും. ഇന്ന് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളായിട്ട് വരുന്നത് ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. പഴയ കോൺഗ്രസ് നേതാവാണ്. അവിടെ ആസാമിൽ ബീഫ് നിരോധിച്ചിരിക്കുകയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ എങ്ങനെയാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ പോയെന്നുള്ളത് പിന്നീടൊരു CBI ഉദ്യോഗസ്ഥൻ, അതുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസ് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില അഴിമതി കേസിൽപ്പെട്ടിട്ട് ഹിമന്ത ബിശ്വ ശർമ്മയെ CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന CBI ഉദ്യോഗസ്ഥന് ഡൽഹിയിൽ നിന്നൊരു കോൾ വരികയാണ്. ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അയാൾ വിറച്ചുപോയി. അത് അമിത്ഷായാണ്, സാക്ഷാൽ അമിത്ഷാ അയാളോട് ചോദിച്ചു, ഇവൻ എന്താ പറയുന്നത്? ആര്? ഈ ഹിമന്ത ബിശ്വ ശർമ്മ. CBI ഉദ്യോഗസ്ഥർ പറഞ്ഞ അയാൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, ഒന്നും സമ്മതിക്കുന്നില്ല. എന്നാൽ നീ അവന് ഫോൺ കൊടുക്കുക. ഈ CBI ഉദ്യോഗസ്ഥൻ താൻ ചോദ്യം ചെയ്യുന്ന പ്രതിക്ക് അമിത്ഷായുടെ കോളുള്ള ഫോൺ കൈമാറി. അമിത്ഷാ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഈ ഭാവിയിൽ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് താല്പര്യമില്ലേ? ജയിലിൽ പോയി കിടക്കാനാണ് താല്പര്യം? ഹിമന്ത ബിശ്വ ശർമ്മ ആകെ വരച്ചിരിക്കുകയാണ്. ഒന്നാമത് CBI ഉദ്യോഗസ്ഥൻ്റെ ചോദ്യം ചെയ്യല്, രണ്ടാമത് അമിത്ഷായുടെ ഫോൺ കോള്. അയാൾ പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആ പാർട്ടി ഒന്ന് മാറിയേക്ക്, നിങ്ങളെ ഞങ്ങളവിടെ മുഖ്യമന്ത്രിയാക്കാം. അങ്ങനെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ BJPയിലെത്തിയിട്ട് ഇപ്പോൾ BJPയുടെ ആസാമിലെ മുഖ്യമന്ത്രിയായിട്ട് നിന്ന് ബീഫൊക്കെ നിരോധിച്ച്, ഇവിടെ ആരും ബീഫ് തിന്നണ്ട, ഞങ്ങളതെല്ലാം കയറ്റി വെച്ചിട്ട് പൈസ ഉണ്ടായിക്കൊള്ളാം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ മുനമ്പത്തെ കാര്യത്തെ ചർച്ച ചെയ്യുന്നത്. പഴയ രാഷ്ട്രീയമല്ല, പഴയ കാലാവസ്ഥയല്ല, പഴയ രീതികളല്ല. അപ്പോൾ മുനമ്പത്ത് വന്നിട്ട് കാസയുടെ സുഹൃത്തുക്കൾ പറയുന്നത്, അത് ഇവിടെ മുസ്ലിങ്ങൾ ഭൂമി പിടിച്ചെടുക്കാനാണ്, മുസ്ലിങ്ങൾ ഇത് മുഴുവൻ കൊണ്ടുപോകുന്നതാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ഭൂമി ഏത് നിമിഷം വേണമെങ്കിലും അമിത്ഷായ്ക്ക് പിടിച്ചെടുക്കാം, RSSനും പിടിച്ചെടുക്കാം. RSSനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘപരിവാറിനെ സംബന്ധിച്ച് കേരളത്തിലൊരു അജണ്ടയുണ്ട്, ഇന്ത്യയിൽ അവർക്കൊരു അജണ്ടയുണ്ട്. അത് കൃത്യമായും മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇതുവരെ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. കാരണം ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ മുസ്ലിങ്ങളെക്കാൾ ന്യൂനപക്ഷമാണ്. പക്ഷേ മുസ്ലിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഭൂമിയുടെ എത്രയോ ഇരട്ടി ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളുടെ കയ്യിലുണ്ട്. ഇതാണ് ഒരു പക്ഷേ RSSും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഐക്യം തകരുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകാൻ പോകുന്ന ഒരു കാര്യമാണ്. ഹിന്ദുക്കളുടെ ഭൂമിക്ക് കണക്കുണ്ട്. കാരണം ഹിന്ദു ആക്ട് ഉണ്ട്, ദേവസ്വം ബോർഡുകളുണ്ട്, ഭൂമിക്ക് കണക്കുണ്ട്. മുസ്ലിങ്ങളുടെ ഭൂമിക്ക് കണക്കുണ്ട്, വഖഫ് ബോർഡുണ്ട്, അങ്ങനെ കാര്യങ്ങളുണ്ട്. സിഖുകാരുടെ ഭൂമിക്ക് കണക്കുണ്ട്, കാരണം ഗുരുദ്വാര ആക്ട് ഉണ്ട്. പക്ഷെ ക്രിസ്ത്യാനികളുടെ ഭൂമിക്ക് കണക്കില്ല. കാരണം ഒരു ചർച്ച് ആക്ട് ഇതുവരെ ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടില്ല. ചർച്ച് ആക്ട് ഇല്ല. ചർച്ച് ആക്ട് കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടന്നപ്പോഴൊക്കെ കത്തോലിക്ക സഭ അതിശക്തമായിട്ട് അതിനെ എതിർത്തിട്ടുണ്ട്. യാക്കോബായ സഭ അതിനെ അനുകൂലിച്ചിട്ടുണ്ട്. ഇതാണ് കേരളത്തിലെ സഭകൾ തമ്മിലുള്ള ഒരു സവിശേഷമായ ബന്ധം. അതുകൊണ്ട് നമ്മുടെ കാസയുടെ സുഹൃത്തുക്കൾ പ്രചരിപ്പിക്കുന്നത്, ഏതെങ്കിലും ഒരു മുസ്ലിം ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ ആ ഭൂമി പോയി എന്നാണ്. അങ്ങനെയാണ് പേടിപ്പിക്കുന്നത്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു ഭൂമിയും ഒരു മുസ്ലിമും പരാതി കൊടുത്തുകൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിയമപരമായ വശമാണ്. ഫറൂഖ് കോളേജിൻ്റെ ഭൂമി ഫറൂഖ് കോളേജ് വിറ്റത് കൊണ്ടാണ് പോൾ വക്കീലിനും ചാക്കോ വക്കീലിനും ഒക്കെ വിൽക്കാൻ അവർ അവകാശം കൊടുത്തുകൊണ്ടാണ് മുനമ്പത്തുള്ളവർക്ക് വാങ്ങാൻ കഴിഞ്ഞത്. കാരണം പട്ടനാണ് പിള്ളയുടെ മന്ത്രിസഭയ്ക്കകത്ത് മുനമ്പത്ത് 1961 ഒരു സമരം നടന്നു. ആ സമരത്തിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമസഭയ്ക്കകത്ത് ആ പ്രശ്നം CG ജനാർദ്ദനൻ എന്ന് പറയുന്ന MLA ഉന്നയിച്ചു. PT ചാക്കോയാണ് ആഭ്യന്തരമന്ത്രി. PT ചാക്കോ ഒന്നാന്തരം കത്തോലിക്കനാണ്. PT ചാക്കോ നിരീശ്വരവാദിയല്ല, മുസ്ലിം പക്ഷവാദിയല്ല,
പി ടി ചാക്കോ കത്തോലിക്കനാണ്. പി ടി ചാക്കോയാണ് ആഭ്യന്തരമന്ത്രി. പി ടി ചാക്കോ പറഞ്ഞ മറുപടി വളരെ കൃത്യമായിട്ട് 1961 മാർച്ച് 3 കേരള നിയമസഭയുടെ രേഖയ്ക്കകത്തുണ്ട്. നമ്മുടെ നിയമസഭാ ലൈബ്രറിയിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് അവിടെ ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ ഫറൂഖ് കോളേജിൽ കിട്ടിയ ഭൂമിക്കകത്ത് അവരവിടെ കൃഷി നടത്താൻ വേണ്ടി ഒരു ചിറ കെട്ടി, ബണ്ട് കെട്ടി. മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് ആ ബണ്ട് പൊളിച്ചു. സോഷ്യലിസ്റ്റുകാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു പത്മനാഭൻ വക്കീലൊക്കെ ഉണ്ട്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ചെയ്തപ്പോൾ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് CG ജനാർദ്ദൻ്റെ MLA സബ്മിഷൻ വന്നത്. പി ടി ചാക്കോ പറഞ്ഞു മത്സ്യത്തൊഴിലാളികളെയല്ല അറസ്റ്റ് ചെയ്തത്, അവിടെ ഫറൂഖ് കോളേജ് കെട്ടിയ ബണ്ട് തകർക്കാൻ വന്ന രാഷ്ട്രീയ പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്. അതൊരു രാഷ്ട്രീയ സമരമാണ്. അത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ്. ഫറൂഖ് കോളേജിൻ്റെ ഭൂമിക്കകത്ത് വന്ന് അതിക്രമം കാണിച്ചവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നാളെയും അങ്ങനെ ചെയ്താൽ അറസ്റ്റ് ചെയ്യും, മറ്റന്നാളും അറസ്റ്റ് ചെയ്യും എന്നാണ് പി ടി ചാക്കോയുടെ മറുപടി. അപ്പോൾ വേറൊരു MLA എണീറ്റ് ചോദിച്ചു, റവന്യൂ മന്ത്രിയുടെ മറുപടി കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നമുക്കറിയാം പഴയ നിയമസഭ ഇപ്പോഴത്തെ പോലത്തെ നിയമസഭയല്ല. അവർ വളരെ കൃത്യമായിട്ട് ഓരോ MLAയും ചാടി എണീറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന നിയമസഭയാണ്. അതുകൊണ്ട് റവന്യൂ മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇടയിൽ ഒരു അകൽച്ച ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വേറൊരു MLA ചോദിച്ചു, റവന്യൂ മന്ത്രിക്കും ഈ അഭിപ്രായം തന്നെയാണോ? കാരണം റവന്യൂ മന്ത്രിയുടെ പാർട്ടിക്കാരാണ് സമരം ചെയ്യാൻ പോയിട്ട് അറസ്റ്റിലായിട്ടുള്ളത്. റവന്യൂ മന്ത്രിയുടെ നിലപാട് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ എണീറ്റ് പറഞ്ഞു, ആഭ്യന്തരമന്ത്രി പറഞ്ഞ അതേ നിലപാടാണ് എനിക്കുള്ളത്. കാരണം അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. ഒരു ഗവൺമെൻറ്റിന് 2 മന്ത്രിമാർക്ക് 2 അഭിപ്രായം ഉണ്ടാവില്ല, 2 നിലപാടുണ്ടാവില്ല. ഇത് 61 മാർച്ച് 3 നമ്മുടെ നിയമസഭാ രേഖയ്ക്കകത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മുനമ്പത്തെ ഭൂമി ആരുടേതാണെന്നുള്ള ചോദ്യത്തിന് 61 ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം തരേണ്ട കാര്യം കാസയ്ക്കോ RSSകാർക്കോ ഇല്ല. ചരിത്രത്തിലുണ്ട്. ശോഭാ സുരേന്ദ്രൻ അറിയണമെന്നില്ല, RV ബാബുവിന് അറിയണമെന്നില്ല, ശശികലയ്ക്ക് അറിയണമെന്നില്ല. പക്ഷെ പിണറായി വിജയൻ അതറിയണം. കാരണം അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, നിയമസഭയെ നയിക്കുന്നയാളാണ്.